98, 99, 100. എല്ലാരും റെഡിയാണോ? അയ്യോ, എല്ലാരും ഇത് എവിടെയാ? നിങ്ങൾ എവിടെയാ വിളിച്ചിരിക്കണേ എല്ലാവരും? അയ്യോ, ഇവിടെ ഇല്ലല്ലോ. ഭീം, 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 ഭീം. എനിക്ക് ബോറടിക്കുന്നു ഭീം. നമുക്ക് എന്തെങ്കിലും വേറെ കളിച്ചാലോ? നമുക്കൊരു ഓട്ടപ്പന്തയം വെച്ചാലോ? എന്നാൽ ഞാനും റെഡിയാണ്. റെഡി? 1, 2, 3, ഗോ! അയ്യോ, ഞാൻ തളർന്നേ. എനിക്ക് ഇനി ഒട്ടും നീങ്ങാൻ വയ്യായേ. ഞങ്ങൾക്കും അങ്ങനെ തന്നെയാ, ഒട്ടും നടക്കാൻ വയ്യ. ഞങ്ങളുടെ പേശികളെല്ലാം വലിഞ്ഞു മുറിവാണ്. എനിക്കിനി ഒട്ടും അനങ്ങാൻ വയ്യ. അയ്യോ, എന്റെ പേശികളെല്ലാം വലിഞ്ഞു മുറിവാണ്. എനിക്ക് എന്റെ കാലുകളൊന്നും അനക്കാൻ പറ്റണില്ല. ഡോലൂനും ഗോലൂനും അങ്ങനെ തന്നെയാണ്. ഭീം, ഇത് എന്ത് പറ്റിയതായിരിക്കും ഭീം? ഇതിനെയാണ് പേശീക്രമം എന്ന് പറയുന്നത്. പേശീക്രമത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. വിശ്രമമില്ലാതെ കഠിനമായി അധ്വാനിക്കുമ്പോൾ നമ്മുടെ ശരീരത്ത് വേണ്ട അളവിൽ ഓക്സിജൻ ലഭ്യമായില്ല എങ്കിൽ അവായു ശ്വസനം വഴി പേശികളിൽ ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടും. ഇതുമൂലം പേശീകോശങ്ങളിൽ അസിഡിറ്റി ഉയരുകയും പേശി സങ്കോചവുമായി ബന്ധപ്പെട്ട ഒട്ടനവധി രാസാഗ്നികളുടെ പ്രവർത്തനത്തെ മന്ദീഭവിക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമായി പേശി ക്ഷീണിക്കുകയും സങ്കോചിക്കാനുള്ള കഴിവ് താൽക്കാലികമായി നഷ്ടപ്പെടുകയും ചെയ്യും. ശരിയല്ലേ ഭീം? ശരിയാണ് പറഞ്ഞത്. ഇതിന്റെ ഫലമായിട്ട് നമ്മുടെ പേശികൾ ക്ഷീണിക്കുകയും പഴയതുപോലെ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും. അയ്യോ, അപ്പൊ ഇതിനി എനിക്ക് ഒരിക്കലും മാറൂലേ? തീർച്ചയായും മാറുമല്ലോ. ശരിയാണ്. ഒന്ന് വിശ്രമിച്ചാൽ ഈ ഒരു അവസ്ഥ തീർച്ചയായും മാറും. അതെ, വിശ്രമിക്കുമ്പോൾ ലാക്റ്റിക് ആസിഡ് നീക്കം ചെയ്യുന്നത് മൂലം പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകുന്നു. നമ്മളൊന്ന് വിശ്രമിച്ചാൽ മതി പോലും, ഇത് എന്തായാലും മാറും നമുക്ക്. നമ്മുടെ ശരീരത്തിൽ പേശീക്രമം സംഭവിക്കുകയാണെങ്കിൽ അല്പസമയം ഇരുന്ന് വിശ്രമിച്ചാൽ നമ്മുടെ പേശികൾ വീണ്ടും പ്രവർത്തന സജ്ജമാകും. നമുക്കിവിടെ ഒരല്പസമയം വിശ്രമിച്ചിട്ട് പോകാം. പേശീക്രമം എപ്പോഴൊക്കെയാണ് സംഭവിക്കുന്നത് ഭീം? നമ്മുടെ ശരീരത്തിൽ പേശീക്രമം സംഭവിക്കുന്നത് നമ്മൾ കഠിനമായി വ്യായാമം ചെയ്യുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും കളിക്കുമ്പോഴും ഒക്കെ പേശീക്രമം സംഭവിക്കാവുന്നതാണ്. കൂടുതലും കായിക താരങ്ങൾക്കാണ് പേശീക്രമം സംഭവിക്കുന്നത്. എനിക്കിപ്പോ പേശീക്രമത്തെ കുറിച്ച് മനസ്സിലായി. എനിക്കും മനസ്സിലായി. നിങ്ങൾക്കും ഇപ്പോൾ വ്യക്തമായല്ലോ അല്ലേ?